ദളിത് സ്ത്രീയെ തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ 20 മണിക്കൂറോളം മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ എസ്ഐക്ക് സസ്പെൻഷൻ. എസ്ഐ പ്രസാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. അസഭ്യം പറഞ്ഞും തുണിയുരിഞ്ഞ് പരിശോധിച്ചെന്നും ആരോപണം. ഏപ്രിൽ 23-ാം തീയതിയാണ് പാലോട് സ്വദേശിനിയായ ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്തത്. 20 മണിക്കൂറോളം കസ്റ്റഡിയിൽ വെച്ച ശേഷമാണ് ഇവരെ വിട്ടയച്ചത്. സംഭവം വിവാദമായതോടെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടതും എസ്ഐ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഭയങ്കര പ്രസन्न എന്ന് പറഞ്ഞൊരു പോലീസാണ് ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചത്. ഭയങ്കരമായി ആലോചിക്കാൻ കൂടി എനിക്ക് ഭയങ്കരമായിട്ട് എന്നോട് എന്നിട്ട് രാത്രി ഒരു 8:30 ഈ ഓമനാടാളിൻ്റെ പ്രകാരം എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഇതിനിടയ്ക്ക് എന്നെ വീടുമായി ബന്ധപ്പെടാൻ ഒരു അനുവദിച്ചില്ല. എനിക്ക് കേട്ടൽ വളരെ സന്തോഷമുണ്ട്. എന്നെ അത്രയും കൂടുതൽ ചെയ്തതിനോട് വളരെ സന്തോഷമുണ്ട്. ഞാൻ ആ പരാതിക്കാരി ഓമനാടാനേലും ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞ എസ് ഐ വേറൊരു പോലീസ് എനിക്ക് പേരറിയത്തില്ല. അയാളും ഇതേപോലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നുണ്ട്. മോഷണക്കുറ്റം ചുമത്തി ദളിത് യുവതിയെ മാനസികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ എസ്ഐക്ക് സസ്പെൻഷൻ. പേരൂർക്കട എസ്ഐ പ്രസാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ആരോപണ വിധേയരായ പോലീസുകാരുടെയും സ്റ്റേഷനിലുണ്ടായിരുന്ന ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തും. സ്വർണ്ണമാല മോഷ്ടിച്ചു എന്ന പരാതിയിൽ ബിന്ദു എന്ന ദളിത് യുവതിയെ സ്റ്റേഷനിൽ വെച്ച് മണിക്കൂറുകളോളം നീണ്ട മാനസിക പീഡനത്തിന് ഇരയാക്കിയതായാണ് ആരോപണം. നമ്മൾ അന്തം വിട്ടു. എൻ്റെ കുടുംബത്തിന് ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഞങ്ങൾ 4 പേര് ഞങ്ങളിവിടെ വന്ന് അധ്വാനിച്ചിട്ട് എൻ്റെ മക്കളെ വളർത്തുന്നത്. ഇതേപോലെ മോട്ടിച്ച് ജീവിക്കുന്ന കാര്യമില്ല നമുക്ക്. ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ ചെന്നപ്പം അവിടെ ഒരു പോലീസുകാരൻ പറയുന്നു, എന്നെ തെറി വിളിച്ചിട്ട് പറഞ്ഞു, നീ മാത്രം കണ്ടുപോലും വെളിയിലിട്ടായിരുന്നു. ആ പോലീസുകാരനെ എനിക്കറിയില്ല. അവരും കാക്കിയിലല്ല, ചിൽഡ്രസിൽ എസ് ഐ ഇല്ല. പോലീസിനെ കണ്ടറിയാം എനിക്ക്. വീട്ടുജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന തിരുവനന്തപുരം പനവൂർ സ്വദേശി ആർ ബിന്ദുവിനാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് കൊടിയ മാനസിക പീഡനം നേരിടേണ്ടി വന്നത്. സ്വർണ്ണമാല മോഷ്ടിച്ചെന്ന് ആരോപിച്ച് അമ്പലമുക്ക് സ്വദേശികളായ വീട്ടുകാർ നൽകിയ പരാതിയിലാണ് ബിന്ദുവിനെ പേരൂർക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 20 മണിക്കൂറോളം പോലീസ് ചോദ്യം ചെയ്തു. ഒടുവിൽ മോഷ്ടിക്കപ്പെട്ടെന്ന് പറഞ്ഞിരുന്ന 18 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമാല പരാതിക്കാരായ ഗൾഫുകാരുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി. ഇക്കാര്യം ബിന്ദുവിനെ അറിയിക്കുക പോലും ചെയ്യാതെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞുവിട്ടെന്നാണ് പരാതി. എന്നാൽ FIR റദ്ദാക്കാതെ പോലീസ് തുടർ നിയമ നടപടിയുമായി മുന്നോട്ട് പോയതോടെ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പട്ടികജാതി കമ്മീഷനും ബിന്ദു പരാതി നൽകി. കഴിഞ്ഞ മാസം 23-നായിരുന്നു സംഭവം. ജനം, തിരുവനന്തപുരം.